ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേ അപ്പൻ്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. ദൈവമേ, അങ്ങയുടെ വചനങ്ങളുടെ മർമ്മങ്ങളെ നീ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വെളിവാക്കി നൽകുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. അപ്രകാരം വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രധാനമായിട്ടും ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് ആരാധനയെ പറ്റിയാണ്. സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് ആരാധനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. 6 ദിവസം ദൈവം അധ്വാനിച്ച് സകലത്തിനെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നതായിട്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഉടനീളം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ ആരാധന ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു. എന്നാൽ ഇന്ന് പൈശാചികൻ്റെ കരങ്ങളിൽ നിന്ന് അനേകം വിഗ്രഹങ്ങൾ കടന്നു വന്ന് ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം മറന്നു പോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെളിപ്പാട് പ്രവചനത്തിൽ ഇപ്രകാരം ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും അവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞു. ഇപ്രകാരം ദൈവത്തിൻ്റെ ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് തിരികെ വിളിക്കുവാനാണ് ഈ ദൂതൻ നമ്മളോട് പറയുന്നത്. നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കാണുന്നത് പോലെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. സകല ജാതികളോടുമാണ് ദൈവം അവിടെ സംസാരിക്കുന്നത്. ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണമാണ് നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ സാത്താനും ആരാധനയെ ഇഷ്ടപ്പെടുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവനെ ആരാധിക്കണമെന്ന് അവൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ചിട്ട് കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് അവൻ ചെന്നിട്ട് പറയുന്നത്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവനും ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നത്. കാരണം ആരാധന അവനും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന ആരാധനാ ദിവസം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ദിവസങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആരാധനകൾ ക്രമീകരിക്കുന്ന ജീവിതങ്ങളെ നമുക്കിന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മളോട് അനുവർത്തിച്ച് സംസാരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ബഹുമാനിക്കുക, ദൈവവചനത്തിന് തക്കവണ്ണമുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യത്തെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. സകല ജാതികളെയും സകലത്തിനെയും സൃഷ്ടിച്ചവനെ തന്നെ നമസ്കരിപ്പിനെന്ന് അവിടെ ദൂതൻ നമ്മളോട് പറയുന്നു. അപ്രകാരം ഈ ഭൂമിയെയും
ഭൂമണ്ഡലത്തെയും മനുഷ്യനെയും ഒക്കെയും സൃഷ്ടിച്ച ദൈവത്തിനോട് തന്നെ നാം മഹത്വം കൊടുക്കണം, ദൈവത്തെ തന്നെ ആരാധിക്കണമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനി പറയുന്നത്, ഈ ലോകത്തിലൊക്കെയും ഉള്ളതൊക്കെയും മായയാണ്, ഈ ലോകത്തിൽ നാം കാണുന്നതൊക്കെയും നശ്വരമാണ്, അതെല്ലാം തകർന്നും നുറുങ്ങിയും പോകുന്ന ഒരവസ്ഥയുണ്ടാകും. എന്നാൽ ഈ ലോകത്തിൽ കാണുന്ന വിഗ്രഹങ്ങളെയാണ് നാം പലപ്പോഴും ആരാധിക്കുന്നത്. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും നാം പറയുന്നത് കേൾക്കുന്നില്ല. അവർക്ക് കണ്ണുണ്ടെങ്കിലും നാം പറയുന്നത് അല്ലെങ്കിൽ നമ്മെ അവർ കാണുന്നില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അത് ഓരോ മനുഷ്യൻ്റെയും കരവിരുതാണ് എന്ന് നാം ഓർത്തോളണം. അവരുടെ ഉള്ളിൽ ജീവനില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ആ ജീവനുള്ള ദൈവത്തെയാണ് നാം മഹത്വപ്പെടുത്തേണ്ടത്. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം ദൈവിക ആരാധനയായിട്ട് ദൈവം പറഞ്ഞ ദിവസം തന്നെ ദൈവത്തെ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. എഗസ്കേൽ പ്രവചനം 20-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ ശബദ് അടയാളമായിരിക്കുന്നു. ദൈവജനത്തിനും ദൈവത്തിനും മധ്യേ ഒരടയാളമായിട്ട് ദൈവത്തിൻ്റെ ശബദുണ്ട്. ആ ശബദ് നീ അനുസരിക്കുകയാണ് എങ്കിൽ ഈ അന്ത്യനാളുകളിൽ ദൈവത്തിൻ്റെ മുദ്രയായിട്ട്, ദൈവത്തിൻ്റെ അടയാളമായിട്ട് അത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം ശബദുകളെ അനുസരിച്ചുകൊണ്ട് നീ ദൈവവേലയ്ക്കായിട്ട് ദൈവവചനത്തിനായിട്ട് ജീവിക്കുകയാണ് എങ്കിൽ കൽപ്പന അനുസരിക്കുകയും ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം നിനക്ക് സാധ്യമാകുകയും ചെയ്യും. എന്നാൽ ശബദുകളെ അനുസരിക്കുമ്പോൾ നാം ഓർക്കണം, ഒരു വേലയും ചെയ്യരുത്. നമ്മുടെ പിതാക്കന്മാർ എപ്രകാരമാണോ ആയിരുന്നത് അപ്രകാരം തന്നെ നമ്മളും ആയിരിക്കണം. ഈ ഭൂമിയിൽ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് കടന്നു വരുമ്പോൾ അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെയും നാം ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരുത്തണം. ആ കർത്താവ് കടന്നു വരുന്നത് നമുക്ക് നല്ല പ്രതിഫലങ്ങളെ തരുവാനാണ്. നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണമുള്ള പ്രതിഫലങ്ങളുമായിട്ട് അവൻ കടന്നു വരുന്നു. അപ്രകാരം കടന്നു വരുമ്പോൾ നാം നല്ല പ്രതിഫലത്തിന് യോഗ്യമാം വണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് നല്ല പ്രതിഫലം ലഭിക്കുകയില്ല. അപ്രകാരം നല്ല പ്രതിഫലങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരണം. നല്ല ആരാധനയായി ചിട്ടവട്ടങ്ങളോടുകൂടെ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ വചനങ്ങളിൽ ഉള്ള അതേ ദിവസം തന്നെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നാം തിരഞ്ഞെടുക്കണം. നമുക്കറിയാം, പല പ്രതിസന്ധികളുമുണ്ട്. പലർക്കും ജോലിയും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് പ്രധാനമായിട്ട് അവർ കരുതുന്നത്. എന്നാൽ മറ്റ് കാര്യാദികൾക്ക് നാം സമയം കണ്ടെത്തുമ്പോൾ ദൈവത്തെ ആരാധിപ്പാനുള്ള ആ സമയം നാം മറന്നു പോകാറുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ആ സമയം നമ്മൾ മറന്നു പോകാറുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ മധ്യേ വസിക്കുവാൻ തക്കവണ്ണം. നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആദം ഹൗവയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ വൈകുന്നേരം സമയങ്ങളിൽ ദൈവം അവരുടെ മധ്യേ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. സമാഗമന കൂടാരം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം, മെനയുവാൻ തക്കവണ്ണം മോശയോട് പറയുമ്പോഴും ദൈവം പറഞ്ഞത്, ആ സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങളുടെ മധ്യേ വസിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അപ്രകാരം നാം ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അങ്ങനെ ആ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശുക്രിസ്തു രണ്ടാമതായി വീണ്ടും വരുമ്പോൾ നല്ല പ്രതിഫലത്തിന് യോഗ്യമാം വണ്ണം
നമുക്ക് ആയിരിക്കാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ വെളിപ്പാട് പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ തക്കവണ്ണം പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓർത്തുകൊള്ളണം, നമ്മുടെ പ്രവൃത്തി എന്ത് തന്നെയായിരുന്നാലും, നാം ആരെ ആരാധിച്ചിരുന്നാലും അതിന് തക്കവണ്ണമുള്ള പ്രതിഫലം ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ഒന്നുകിൽ യഥാർത്ഥത്തിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കണം, അല്ലെങ്കിൽ മറ്റ് വിഗ്രഹങ്ങളെയും മറ്റ് നാം കരുതുന്ന മാനുഷികമായിട്ടുള്ള കൽപ്പനകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളെ അല്ലെങ്കിൽ നാം ആരാധിക്കണം. എന്നാൽ പലരുടെയും അവസ്ഥ എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂടിക്കലർന്നു പോകുന്നതായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇന്ന് ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ആ ജനത കടന്നു പോകുന്നത്. അങ്ങനെയല്ല. നാം ദൈവസന്നിധിയിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ദൈവകരങ്ങളിലായിരിക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്രകാരം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ കരുതും. കാരണം കാലം അതിൻ്റെ അന്ത്യത്തോളം എത്തിയിരിക്കുന്നു. ദൈവവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആ 3 ദൂതന്മാർ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഇതുതന്നെയാണ്: ദൈവത്തെ മഹത്വപ്പെടുത്തുക, അവനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ദൈവത്തിൻ്റെ ന്യായവിധി വന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തികളെ ശോധന ചെയ്ത് നോക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ഭാഗത്താണോ, നാം ദൈവത്തെയാണോ ആരാധിക്കുന്നത് എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുക. അപ്രകാരം നാം ശോധന ചെയ്തുകൊണ്ട് നന്മയെ തിരഞ്ഞെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. ദൈവിക ആരാധനയായി, ഒരു നല്ല ആരാധനയായി ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു: സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ. ആരാണ് ഇത് പറയുന്നത്? ഈ ലോകത്തിലെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ദൈവം യഥാർത്ഥ പ്രഭയിൽ കടന്നു വരുമ്പോൾ, ദൈവം രണ്ടാമതായി കടന്നു വരുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ തക്കവണ്ണം കഴിയാതെ അവരുടെ കണ്ണുകൾ അഞ്ചിപ്പോകുന്നതായിട്ടുള്ളൊരു അനുഭവമുണ്ട്. അവരുടെ കണ്ണുകൾ ചിമ്മുന്നതായിട്ടുള്ളൊരു അനുഭവമുണ്ട്. അവർ പാറകളോട് പറയും, ഞങ്ങളുടെ മേൽ വീഴുവാൻ തക്കവണ്ണം, ഗുഹകളോട് പറയും, ഞങ്ങളുടെ മേൽ മറയ്ക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ മേൽ വീഴുവാൻ തക്കവണ്ണം അവരോട് പറയും. അവർ ഉള്ള സ്ഥലങ്ങളൊക്കെയും എന്താണ്, ഞങ്ങളെ മറയ്ക്കണമെന്ന് അവർ പറയുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തിൻ്റെ ആ തേജസ് അത് കാണുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമാകുകയില്ല. ദൈവത്തെ അവർക്ക് കാണുവാൻ തക്കവണ്ണം മനസ്സിലാക്കാത്തതായിട്ടുള്ള ഒരനുഭവത്തിലൂടെ അവർ കടന്നു പോകും. നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. യഥാർത്ഥ ആരാധനയായി നാം നിലനിൽക്കുകയാണ് എങ്കിൽ, നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രതിഫലത്തിനും നല്ല ഓഹരിയും നമുക്ക് ലഭിക്കും. നാം ആരാധിക്കേണ്ട കല്ലെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരാധനയായി നിൽപ്പാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. പലരുടെയും അവസ്ഥ എന്താണ്? ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പലരുടെയും അവസ്ഥ എന്താണ്? രണ്ടും കൂടെ കൂടിക്കലർത്തിക്കൊണ്ട് പോകുന്നതായിട്ടുള്ളൊരവസ്ഥ നമ്മൾ ഓർത്തുകൊള്ളണം. നാം 2 വഞ്ചിയിൽ കാലുവയ്ക്കുമ്പോൾ ആ 2 വഞ്ചികളും പോകുന്നത് 2 ദിശയിലേക്കാണ്. നമുക്കൊരിക്കലും
മുന്നോട്ട് പോകുവാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യമാണ്. ആ രണ്ട് വഞ്ചികളും ഒരുമിച്ച് പോകുകയില്ല. ഒന്നുകിൽ നീ ദൈവത്തെ ആരാധിക്കണം, അല്ലെങ്കിൽ സാത്താനെ ആരാധിക്കണം. ഈ വഴികളിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നാം ഏത് വഴിയാണ് നാം തിരഞ്ഞെടുക്കുന്നത്? പവർ ഓഫ് ചോയ്സ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കുവാനുള്ളൊരു അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നീ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വഴിയാണോ? ദൈവത്തിൻ്റെ നല്ല ആരാധനയാണോ നീ തിരഞ്ഞെടുക്കുന്നത്? അതോ സാത്താൻ്റെ വഞ്ചനയിൽപ്പെട്ട് ഈ ലോകത്തിൻ്റെ സുഖലോപുലങ്ങളാണോ നീ തിരഞ്ഞെടുക്കുന്നത്? ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, അത് നമ്മെ എന്നും എങ്ങും എത്തിക്കുകയില്ല. അത് നമ്മെ എവിടെയും എത്തിക്കുകയില്ല. ഈ ലോകത്തിൽ വീണ് നശിച്ചു പോകുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. എന്നാൽ നീ ദൈവത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ നല്ല ആരാധനയാണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നിനക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരും. എങ്കിലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ നിനക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരും. എങ്കിലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നല്ല ആരാധനയായിട്ട് നീ നിലനിൽക്കുകയാണ് എങ്കിൽ ആ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം ഒരു നല്ല ദിവസം നമുക്കായിട്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ആ ദിവസത്തിൽ നല്ല പ്രതിഫലം തന്നെ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് നാം നല്ല ആരാധനയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്രകാരം ദൈവിക കരങ്ങളിൽ നാം സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവവചനത്തിൽ 10 കന്യകമാരുടെ കാര്യത്തെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം അത് ഈ ലോകത്തിലെ ആളുകളോടൊത്ത് ഉപമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. 10 കന്യകമാർക്കും ലഭിച്ചിരിക്കുന്ന വചനം ഒന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ 10 കന്യകമാരുടെ കയ്യിലും ഉണ്ടായിരുന്ന സാധനങ്ങളും ചിന്തകളും ഒക്കെയും ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ ബുദ്ധിയുള്ള 5 കന്യകമാർ മണവാളൻ വരുമെന്ന് കരുതിക്കൊണ്ട് അവർ എണ്ണയും കൂടെ കരുതി. എന്താണ് എണ്ണ? നമ്മൾ ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എണ്ണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർ കൂടുതലായിട്ട് കരുതി. അവർ അപ്രകാരം കരുതിയപ്പോൾ മണവാളൻ താമസിച്ചപ്പോൾ അവർക്ക് യാതൊരു കുറവും അനുഭവപ്പെട്ടില്ല, യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവർ അക്ഷമരായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ക്ഷമയോടുകൂടെ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി, മണവാളൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നു. അവർ ദൈവത്തിനായിട്ട് ഒരുങ്ങിയിരുന്നു. എന്നാൽ മറ്റ് 5 പേരുടെ അവസ്ഥ എന്താണ്? അവർ എണ്ണ എടുക്കുവാൻ മറന്നുപോയി. അവർ എണ്ണ കരുതിയില്ല. കാരണം അവർ വിചാരിച്ചു മണവാളൻ ആ സമയത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ആയിരുന്നു. എന്നാൽ എണ്ണ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ അവർ കരുതാതെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവ് ഉണ്ടായിരുന്നു. ആ കുറവ് കാരണം അവർക്ക് എല്ലാം നഷ്ടമാകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ താമസിച്ചപ്പോൾ അവർക്ക് ഉറക്കത്തിൻ്റെതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ആ വരവ് സംഭവിച്ചപ്പോൾ, അപ്രകാരം സംഭവിച്ചപ്പോൾ വിളക്കെടുക്കുവാൻ അവർ എണ്ണ നോക്കിയപ്പോൾ എണ്ണ കണ്ടില്ല. അപ്പോൾ 5 പേര് ആ വിളക്കിൽ എണ്ണ കരുതി വച്ചിരുന്ന ബുദ്ധിയുള്ള കന്യകമാർ അവർ എണ്ണ പകർന്ന് ആ മണവാളനെ എതിരേറ്റു. എന്നാൽ മറ്റേ 5 പേര് അവർ ബുദ്ധിശൂന്യതയോടുകൂടെ അവർ പോയി വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അവർക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു.
അതിനർത്ഥം നാം ഓരോ ദിവസവും അനുദിനം ഒരുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം മണവാളൻ എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് നമുക്കറിയില്ല. വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നാം അനുദിനം ഒരുങ്ങിയിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരണം. അനുദിനം ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം. നമ്മൾ പട്ടാളക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് യുദ്ധമില്ല എങ്കിൽ പോലും അവർ പരിശീലിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവർ എന്തിനു വേണ്ടിയാണ് അപ്രകാരം പരിശീലിക്കുന്നത്? കാരണം പെട്ടെന്ന് ഒരു യുദ്ധമുണ്ടായാൽ ആ പരിശീലനം അവർക്ക് സഹായകമാകും. പെട്ടെന്ന് തന്നെ ആയുധങ്ങളൊക്കെയും ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമായി തീരും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം അനുദിനം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ആ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് വരും. പലരുടെയും അവസ്ഥ എന്താണ്? നമ്മുടെ ആത്മീകമാകുന്ന വാൾ തുരുമ്പിച്ച അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? എന്നാൽ അതൊക്കെയും ഇന്ന് തന്നെ മാറ്റിക്കൊണ്ട് ആ ആത്മീകമാകുന്ന വാൾ നാം നല്ലതുപോലെ ഉപയോഗിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. എന്താണ് ദൈവവചനത്തെ ഓർക്കുമ്പോൾ വാളെന്ന് പറയുന്നത്? അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം തന്നെയാണ്. ഓരോ ദിവസവും അനുദിനം ഭക്ഷിച്ചുകൊണ്ട് നല്ല ആരാധനയായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം കടന്നു വരണം. അപ്രകാരം നമ്മുടെ തലമുറകളെയും അപ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് രണ്ടാമതായിട്ട് വീണ്ടും വരുമ്പോൾ നമുക്ക് കർത്താവിൽ നിന്ന് നല്ല പ്രതിഫലം തന്നെ വാങ്ങിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. ഇവിടെ അപ്രകാരം ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സകലവും സൃഷ്ടിച്ച ദൈവത്തെ തന്നെ നാം ആരാധിക്കണം. സകലവും സൃഷ്ടിച്ച ദൈവത്തെ തന്നെ നാം മഹത്വപ്പെടുത്തണം. അപ്രകാരം ഒരു മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക്, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലണം. അപ്രകാരം ദൈവത്തെ ആരാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ അതൊരു നാഴികക്കല്ലായിരിക്കും. ആ കൃത്യമായി ദൈവം പറയുന്ന ആ വ്യവസ്ഥയിൽ തന്നെ, ആ ദിവസത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കുക. ആ ശബദ ദിവസത്തെ മറന്നു പോകാതെ ശബദ ദിവസത്തിൽ നമ്മുടെ കൈകാലുകളെ അടക്കി വെച്ച് ദൈവത്തിന് വേണ്ടി ആരാധന കഴിക്കുന്ന ഒരു പൈതലായിരിക്കാൻ തക്കവണ്ണം ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ നല്ല ആരാധനകളായി ഈ ഭൂമിയിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.